ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വീൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. റവയും നേന്ത്രപ്പഴവും കൊണ്ട് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം നമുക്കിത് ആവിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. പഴം ഞാനിവിടെ നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കാം. പഴമെല്ലാം തന്നെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. റവ ചെറിയ തീയിലിട്ട് ഞാൻ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഈ പാനിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വേവിച്ച നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. ഇനി നിങ്ങൾ വേവിച്ചില്ല എങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഈ നെയ്യിലിട്ട് വഴറ്റിയാൽ മതിയാകും. നേന്ത്രപ്പഴം നല്ലതുപോലെ തന്നെ നെയ്യിലൊക്കെ കിടന്ന് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ 1/2 കപ്പ് വരെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി പഞ്ചസാരയിൽ കിടന്ന് ഈ പഴം നല്ലതുപോലെ ഒന്ന് വിളഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിത് ചെറുതായിട്ട് ആ തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. പഞ്ചസാരയും പഴവും കൂടെ നല്ലതുപോലെ വരണ്ട് നന്നായിട്ട് തന്നെ ഉടച്ച് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എത്ര റവയാണോ നമ്മൾ എടുത്തിരുന്നത് അതേ അളവിൽ തന്നെയാണ് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പഴവും പാലും പഞ്ചസാരയും എല്ലാം കൂടി നല്ലതുപോലെ വരണ്ടത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത റവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ റവയൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് ടൈമിലൊന്നും നമുക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഞാൻ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അമർത്തി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് അല്പനേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്